ഹലോ ഗുട്ടൻ ടാഗ് വിൻസ്പയർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ യു ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് യു എന്ന സിംഗിൾ വേർഡ് തന്നെയാണ് നമ്മൾ പല സിറ്റുവേഷനിലും ഉപയോഗിക്കുക. പക്ഷേ ജർമ്മനിൽ വരുമ്പോൾ ഓരോ സിറ്റുവേഷനിലും ഓരോ വേർഡാണ് നമ്മൾ ഉപയോഗിക്കുക. സോ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജർമ്മനിൽ 3 കേസാണ് മെയിൻ ആയിട്ടുള്ളത്: നോമിനാറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ്. ഈ 3 കേസിലും യു എന്ന വേർഡ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്ക് ആ വേർഡുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. സോ നീ എന്ന് നമ്മൾ പറയുന്നതിന് ജർമ്മനിൽ പറയാം ദു എന്നാണ് നോമിനാറ്റീവ് കേസിൽ. അത് തന്നെ അക്യൂസാറ്റീവ് കേസിലാവുമ്പോൾ ദിഹാവും, മീനിങ് നിന്നെ. ദെൻ ഡാറ്റീവിൽ വരുമ്പോൾ അത് ദിയർ ആണ്, മീനിങ് നിനക്ക്. പിന്നെ നെക്സ്റ്റ് യു വേർഡ് ആണ് സി, നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയാനായിട്ട് ഉപയോഗിക്കുന്നത് താങ്കൾ. അത് നോമിനാറ്റീവ് കേസാണ്. അക്യൂസാറ്റീവിലോട്ടാവുമ്പോൾ സി തന്നെയാണ്, താങ്കളെ എന്നായിരിക്കും മീനിങ് വരിക. ഡാറ്റീവിലോട്ട് വരുമ്പോൾ അത് ഈനനാണ്, താങ്കൾക്ക് എന്നായിരിക്കും അതിന്റെ മീനിങ് വരിക. പിന്നെ നെക്സ്റ്റ് ഒന്നെന്ന് പറയുന്നത് ഇയർ ആണ്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് പക്ഷെ നമുക്ക് റെസ്പെക്റ്റോടെ പറയേണ്ടാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഇപ്പൊ സ്റ്റുഡൻസ്, ഫോർ എക്സാമ്പിൾ ടീച്ചർ സ്റ്റുഡൻസിനോടാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നാണ് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഇയർ എന്നാണ്. അത് അക്യൂസാറ്റീവിലോട്ട് മാറുമ്പോൾ ഓയിഷ്, മീനിങ് നിങ്ങളെ. ദെൻ ഡാറ്റീവ്, അതും ഓയിഷ് തന്നെയാണ് പക്ഷെ മീനിങ് നിങ്ങൾക്ക് എന്നായിട്ട് മാറും. സോ ദാറ്റ്സ് ഇറ്റ്. IELTS, OET, ജർമ്മൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വിൻസ്പയർ അക്കാഡമിയിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.